മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് നിതിൻ അംബുജനാണ്. നിതിൻ, ഗുഡ് മോർണിംഗ്. ഈ റെഡ് കോറിഡോറുകൾ എന്ന് പറയുന്ന മേഖലകളുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഒരു കൂടിക്കാഴ്ച, മാവോയിസ്റ്റ് ഭീഷണി അടിച്ചമർത്തും എന്ന വാഗ്ദാനം മുൻപ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്തിടെയായി ചില ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. എന്തൊക്കെയായിരുന്നു ഈ യോഗത്തിന്റെ ചർച്ചാ വിഷയങ്ങൾ? ക്രിസ്റ്റീന, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന 2014 ശേഷം മാവോയിസ്റ്റ് ആക്രമണവും മാവോയിസ്റ്റ് കൊലപാതകവും കുറഞ്ഞു എന്നാണ് പൊതുവെ കേന്ദ്രത്തിന്റെ ഒരു വിലയിരുത്തലുള്ളത്. എന്തായാലും ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റ് ബാധിത സംസ്ഥാനങ്ങളിൽ നടപടി ശക്തമാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഒരു ഓപ്പറേഷൻ അവിടെ നടന്നത്. ഛത്തീസ്ഗഡിന്റെ 24 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പറേഷനാണ് കഴിഞ്ഞ ദിവസം നടന്നത്. 31 മാവോയിസ്റ്റുകളെയാണ് ഈ ഓപ്പറേഷനിൽ വധിച്ചത്. നാരായൺപൂർ, ദണ്ഡേവാഡ ജില്ലാ അതിർത്തികൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഓപ്പറേഷൻ. എന്തായാലും ഈ ഓപ്പറേഷൻ ശേഷമാണ് ഇപ്പോൾ ഈ മാവോയിസ്റ്റ് വിരുദ്ധ നീക്കം അത് ശക്തമാക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാർ വീണ്ടും സ്വീകരിച്ചിരിക്കുന്നത്. 2026 തന്നെ രാജ്യത്തെ മാവോയിസം ഇല്ലാതാക്കാനുള്ള നീക്കം നടന്നു വരുന്നതെന്ന് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ 8 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, തെലങ്കാന, ഒഡീഷ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗമാണ് നാളെ ചേരുക. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സേനാ വിഭാഗങ്ങളുടെ അടക്കം ഈ മേധാവികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ.